മുഖ്യമന്ത്രി ഫയലിൽ ഒപ്പിടാത്തതിനാൽ ശമ്പളം കിട്ടാതെ മെഡിക്കൽ കോളേജ് ജീവനക്കാർ ദുരിതത്തിൽ. പാലക്കാട് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെ ശമ്പളമാണ് മുടങ്ങിക്കിടക്കുന്നത്. ശമ്പളം അനുവദിക്കുന്നതിനുള്ള ഫയൽ ധനവകുപ്പിന് കൈമാറിയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കാലതാമസമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ശമ്പളം ലഭിക്കാതെ മെഡിക്കൽ കോളേജ് ജീവനക്കാർ വലയുകയാണ്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, വിവിധ ലോണുകളുടെ EMI, കുടുംബ ചെലവ് തുടങ്ങി എല്ലാം താളം തെറ്റിയ അവസ്ഥയിലാണ് പാലക്കാട് മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ. പട്ടികജാതി വർഗ വകുപ്പിന്റെ കീഴിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏക മെഡിക്കൽ കോളേജിൽ വകുപ്പിന്റെ തനത് ഫണ്ടിൽ നിന്നുമാണ് ജീവനക്കാർക്ക് ശമ്പളവും മറ്റ് അലവൻസുകളും നൽകി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശമ്പളം നൽകാനുള്ള തുക എപ്പോഴും ട്രഷറിയിൽ ഉണ്ടാവുകയും ചെയ്യും. എല്ലാ മാസവും ധനകാര്യ വകുപ്പ് മന്ത്രി ഒപ്പിട്ട് ശമ്പളം കൃത്യം 5-ാം തീയതി തന്നെ ജീവനക്കാരുടെ അക്കൗണ്ടുകളിൽ എത്തുകയാണ് പതിവ്. എന്നാൽ ഈ മാസം പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ ശമ്പള ഫയൽ ധനവകുപ്പ് തയ്യാറാക്കിയെങ്കിലും നിലവിൽ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസിലേക്ക് അയച്ചു നൽകി ആഴ്ചകൾ പിന്നിട്ടിട്ടും ശമ്പള ഫയൽ മുഖ്യമന്ത്രി ഒപ്പിട്ടില്ല. ഇതോടെയാണ് ജീവനക്കാരുടെ ശമ്പളം ദിവസങ്ങൾ പിന്നിട്ടിട്ടും ലഭിക്കാതായത്. ഭരണമാറ്റത്തിന് പിന്നാലെ പല തസ്തികകളിലും മാനദണ്ഡം ലംഘിച്ച് സ്ഥലം മാറ്റം നടത്തിയതും നടപടിക്രമങ്ങളെ ബാധിച്ചിട്ടുണ്ട്. 150-ലേറെ അധ്യാപകരടക്കം 400-ലേറെ ജീവനക്കാരാണ് പാലക്കാട് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നത്. ആരോഗ്യ വകുപ്പിന് കീഴിലല്ലാതെ പട്ടിക വർഗ വകുപ്പിന്റെ ഭാഗമായതിനാൽ മെഡിക്കൽ കോളേജ് സുഗമമായി പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി അധ്യക്ഷനായി സൊസൈറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ സയൻസ് എന്ന പേരിട്ടിരിക്കുന്ന സൊസൈറ്റി ജീവനക്കാരെ കരാർ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടേഷനിലൊക്കെ കണ്ടെത്തി നിയമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശമ്പളം ലഭിക്കാത്തത് ഈ കരാർ ജീവനക്കാരെ ഉൾപ്പെടെ വലിയ രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത്. നേരത്തെ ഈ മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥ സംബന്ധിച്ച് വലിയ പരാതികൾ ഉയർന്നിരുന്നു. തുടർന്ന് പട്ടികജാതി വകുപ്പിന്റെ ചുമതലയുള്ള ജില്ലയിലെ മന്ത്രി KA തുളസിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും മറ്റുമൊക്കെ ആ വിഷയത്തിൽ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ ശമ്പളം മുടങ്ങിയിരിക്കുന്നു. പക്ഷേ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുൾപ്പെടെ ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ളവർ ബുദ്ധിമുട്ടുന്ന സ്ഥിതിയാണ്. കാരണം നമുക്കറിയാം, ഓരോ ജീവനക്കാർക്കും കൃത്യം ഓരോ തീയതികളിൽ അവർക്ക് EMI മറ്റു ലോണുകളോ ഒക്കെ അടയ്ക്കുന്നതിനായിട്ടുണ്ടാവും. അതായത് അരുൺ, ഇന്ന് 14-ാം തീയതിയായി, ഒരു മാസത്തിന്റെ പകുതിയായി, എന്നിട്ടും ശമ്പളം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിലേ നമ്മുടെ ആരോഗ്യ കേരളത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉള്ളതാണ്. ഒപ്പം തന്നെ മതിയായ ജീവനക്കാരില്ല എന്നുള്ളത് അവർ തന്നെ പറയുന്നുമുണ്ടല്ലേ. അതിനിടയിലാണ് ഉള്ള ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല എന്നുള്ള പരാതി. എന്താണ് ഇതിനെ ന്യായീകരണമായി പറയുന്നത്? എന്തെങ്കിലും ഒരു അറിയിപ്പ് ജീവനക്കാർക്ക് കിട്ടുന്നുണ്ടോ അരുൺ? നിലവിൽ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മുഖ്യമന്ത്രി ഫയലിൽ ഒപ്പിടാത്തത് കൊണ്ട് ഇതിലൊരു കാലതാമസം വന്നു എന്നുള്ള തരത്തിലുള്ള മറുപടി ലഭിച്ചു. അതിൽ ഒഴിച്ചാൽ മറ്റു മറുപടികളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ജീവനക്കാർ പറയുന്നത്. ഏതായാലും ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ എല്ലാ തരത്തിലുള്ള ജീവിത ചെലവുകളും അതുപോലെ തന്നെ ലോണുകളും EMI ഒക്കെ താളം തെറ്റിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. കാരണം നമുക്കറിയാം, ഒരു ദിവസമെങ്കിലും ശമ്പളം വൈകി കഴിഞ്ഞാൽ തന്നെ ആളുകൾക്ക് ജീവിക്കുന്നതിന് നന്നേ പാടുപെടുന്ന ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഇത്രയും ദിവസം, ഏകദേശം 5-ാം തീയതി ലഭിക്കേണ്ട ശമ്പളം 14-ാം തീയതിയായിട്ട് ലഭിക്കാത്ത സ്ഥിതി ആയതോടുകൂടി വലിയ പ്രയാസമാണ് അനുഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇന്നുൾപ്പെടെ ഇനിയിപ്പോൾ അവധി ദിനങ്ങളാണ്. തീരുമാനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ശമ്പളം നൽകുന്നതിനുള്ള തീരുമാനം എടുക്കുന്നത് ഇന്ന് വേഗം നടക്കില്ല. അടുത്ത ദിവസങ്ങളിൽ മാത്രമേ അത്തരം നടപടികൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലായാലും ജീവനക്കാർക്ക് ശമ്പളമില്ലാതെ വലിയ രീതിയിൽ അവർ വലയുന്ന സ്ഥിതിയാണ്. ശരി അരുൺ, എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ദുരിതത്തിലാണ് മെഡിക്കൽ കോളേജ് ജീവനക്കാർ എന്നുള്ളതാണ്. അവർക്ക് കൃത്യമായ ശമ്പളം ലഭിക്കുന്നില്ല, മുഖ്യമന്ത്രി ഫയലിൽ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളതാണ് പറയുന്ന ന്യായീകരണം.